നമസ്കാരം. വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പത്തനംതിട്ട സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് പ്രതിദിന നഷ്ടം 1000 മുതൽ 4000 രൂപ വരെയാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ഇന്ധന ചെലവും ജീവനക്കാരുടെ ശമ്പളവും നൽകി കഴിയുന്നതോടെ മിച്ചമൊന്നുമില്ലെന്നും ബസ് ഉടമകൾ പറയുന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തി 2 ആഴ്ച പിന്നിട്ടതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഈ മേഖലയിലെ സംഘടനകൾ വ്യക്തമാക്കുന്നു. പ്രതിസന്ധിയല്ല, വൻ തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നതെന്നതിന് തെളിവായി കണക്കുകളും നിരത്തുന്നു. ജില്ലയിൽ 410-ലേറെ സ്വകാര്യ ബസ്സുകളുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരിൽ 60% സ്ത്രീ യാത്രക്കാരായിരുന്നു. സൗജന്യ യാത്ര നിലവിൽ വന്നതിനു ശേഷം ജില്ലയിലെ 80% ബസ്സുകൾക്കും പ്രവർത്തന ചെലവിനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ലെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നു. വെനസ്വേലയിൽ ഹൃദയാഘാതം മൂലം മരിച്ചെന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ നാവികൻ രാകേഷ് ചൗഹാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ ആന്തരികാവയവങ്ങൾ കാണാനില്ലെന്ന് പരാതി. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശങ്ങൾ അടക്കമുള്ള പ്രധാന അവയവങ്ങളൊന്നും ശരീരത്തിൽ ഇല്ലെന്നാണ് ഉത്തർപ്രദേശ് ദേവരിയ സ്വദേശിയായ രാകേഷിന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതോടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഫെഡറേഷൻ ഓഫ് സീഫറേഴ്സ് യൂണിയൻസ് ഓഫ് ഇന്ത്യ രംഗത്തെത്തി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സംഘടനയുടെ ആവശ്യം. 1 മാസത്തോളമായി മൃതദേഹം ഡീപ് ഫ്രീസറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. 2025 നവംബറിലാണ് രാകേഷ് ചൗഹാൻ എക്സ്പിരിറ്റി എന്ന കമ്പനി വഴി മർച്ചന്റ് നേവി കപ്പലിൽ ജോലിക്ക് കയറിയത്. മെയ് മാസത്തിൽ രാകേഷിനു കപ്പലിൽ വീണ് പരിക്കേറ്റെന്നും ചികിത്സയിലാണെന്നും പിന്നീട് മരണം സംഭവിച്ചു എന്നാണ് കമ്പനി കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നടത്തിയ 2ാമത്തെ പോസ്റ്റ്മോർട്ടത്തിലാണ് ശരീരത്തിൽ ഒരു അവയവം പോലും ഇല്ലെന്ന വിവരം പുറത്തുവരുന്നത്. തലച്ചോറ്, ഹൃദയം, 2 ശ്വാസകോശങ്ങൾ, കരൾ, വൃക്കകൾ, ആമാശയം, കുടൽ, ശ്വാസനാളം എന്നിവയെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്ത നിലയിലായിരുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ്. നഗരത്തിലെ നിരവധി പ്രദേശങ്ങളിൽ 200 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കനത്ത മഴ മൂലം നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ പല റോഡുകളിലും വ്യാപകമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. യാത്രക്കാർക്ക് ഗതാഗതം ദുഷ്കരമായതോടെ നിരവധി വാഹനങ്ങൾ മഴവെള്ളത്തിൽ ഭാഗികമായി മുങ്ങി. മഴക്കെടുതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മെക്സിക്കോ സിറ്റി ലോകകപ്പിൽ മെക്സിക്കോ ടീമിന്റെ വിജയാഘോഷത്തിനിടെ 2 മരണം. നോക്കൌട്ടിൽ ബുധനാഴ്ച രാവിലെ എക്വഡോറിനെ തോൽപ്പിച്ചതോടെ ആതിഥേയ രാജ്യമായ മെക്സിക്കോയിൽ വലിയ ആഘോഷമായിരുന്നു. തലസ്ഥാന നഗരമായ മെക്സിക്കോ സിറ്റിയിലെ ആസ്ടെക് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. നഗരത്തിലെ വിജയാഘോഷത്തിൽ 10 ലക്ഷത്തിലോളം പേർ പങ്കെടുത്തെന്ന് റിപ്പോർട്ട്. ഇതിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് മരണം. ഇതിൽ 19 വയസ്സുള്ള സ്ത്രീയുമുണ്ട്. 3ാമതൊരാൾ കൂടി മരിച്ചതായി റിപ്പോർട്ടുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. വെള്ളിയാഴ്ച ലോക ഫുട്ബോളിലെ 2 സൂപ്പർ താരങ്ങൾ മുഖാമുഖം. ലോകകപ്പ് ഫുട്ബോളിലെ റൗണ്ട് ഓഫ് 32-ൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന പോർച്ചുഗലും ലൂക്ക മോഡ്രിച്ച് നയിക്കുന്ന ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു ഇതിഹാസത്തിന് മടങ്ങിയേ മതിയാകും. മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 മുതൽ. 40-കാരനായ മോഡ്രിച്ചിന്റെയും 41-കാരനായ ക്രിസ്ത്യാനോയുടെയും അവസാന ലോകകപ്പായിരിക്കും ഇത്. ക്രിസ്ത്യാനോയുടെ 6ാം ലോകകപ്പ്, മോഡ്രിച്ചിന് 5ാമത്തേതും. റയൽ മാഡ്രിഡിൽ ഇരുവരും 6 സീസണുകളിൽ ഒരുമിച്ച് കളിച്ചിരുന്നു. മോഡ്രിച്ചിന് 5ാമത്തേതും. റയൽ മാഡ്രിഡിൽ ഇരുവരും 6 സീസണുകളിൽ ഒരുമിച്ച് കളിച്ചിരുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ്